بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. സൂറത്ത് ഫാത്തിർ 6, 7, 8 വചനങ്ങളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇന്നശ്ശൈത്വാന എന്ന് പറയുമ്പോൾ ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് 2 ഹറക്കത്തിൻ്റെ അളവിൽ ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഷീൻ തഫഷി എന്ന സിഫത്തുള്ള അക്ഷരമാണ്. അഷ് എന്ന വ്യക്തമായ അതിൻ്റെ ഉച്ചാരണം. അതുപോലെ ത്വാഇനും അലിഫിനും തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കേണ്ടതാണ്. ഇന്നശ്ശൈത്വാന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു. ലക്കും ഇതിലെ സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കേണ്ടതാണ്. അദുവ്വുൻ എന്നതിലെ വാവ് വ്യക്തമാക്കി ഉച്ചരിക്കണം. അതിൻ്റെ തൻവീൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചോദണം. ശേഷം ഇഖ്ഫാൻ്റെ അക്ഷരമായ ഫാ വന്നിട്ടുണ്ട്. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. അദുവ്വുൻ ഫത്തഖിദൂഹു ഫത്തഖിദൂഹു അദുവ്വ. ഈ 2 പദങ്ങളിൽ വന്നിട്ടുള്ള ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കേണ്ടതാണ്. ഫത്തഖിദൂഹു ഖാഇന് കസ്റുണ്ട്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. ഫത്തഖിദൂഹു അദുവ്വ അദുവ്വ. ഇന്നമ വീണ്ടും ശബ്ദ നൽകപ്പെട്ട നൂൻ മണിച്ചോതുക 2 ഹറക്കത്തിൻ്റെ അളവിൽ. യദ്ഉ ഹിസ്ബഹു യദ്ഉ ദാലിന് ഖൽഖല കൊടുക്കണം. ശബ്ദം ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഐന് ശ്രദ്ധിച്ചോദണം. ഹിസ്ബഹു അപ്രകാരം ഹ സായ് ഈ അക്ഷരങ്ങളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. ലിയകൂനു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ. മിൻ സുക്കൂൻ നൽകപ്പെട്ട നൂനിനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. അസ്ഹാബി സ്വാദിന് തഫ്ഖീം കൊടുത്ത് ഉച്ചരിക്കണം. അസ്ഹാബി ഹ അതിൻ്റെ മഖ്റജിൽ നിന്ന് തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കണം. മിൻ അസ്ഹാബിസ് സഈർ. ഐനും വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. റായിന് തർക്കീഖാണ്. സുക്കൂനും തൊട്ടു മുമ്പിൽ സാക്കിനായ യാവും വരുന്നു എന്നതുകൊണ്ട് അസ്സഈർ എന്ന് നേർപ്പിച്ച് റായിനെ ഉച്ചരിക്കുക. അല്ലദീന കഫറൂ അല്ലദീന കഫറൂ. കാഫ് അതിൻ്റെ ശരിയായ സിഫത്തുകളൊക്കെ കൊടുത്ത് ഷിദ്ദ ഹംസ് എല്ലാം നൽകി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. കഫറൂ റായിന് തഫ്ഖീം തടിപ്പിച്ചോദണം. ലഹും അദാബ് ലഹും സാക്കിന മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അദാബുൻ ഷദീദ് തൻവീൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ചു മണിച്ചോദണം. ഷദീദ് വഖഫ് ചെയ്യുമ്പോൾ ദാലിന് ഖൽഖല കുബ്ര നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കണം. വല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി. അവിടെ അക്ഷരങ്ങളൊക്കെ ശരിയായ വിധത്തിൽ മഖ്റജിൽ നിന്ന് ഉച്ചരിച്ചോതാൻ ശ്രമിക്കുക. സ്വാദിനും അലിഫിനും തഫ്ഖീമാണ് അസ്സാലിഹാത്തി. എന്നാൽ ഹനും അലിഫിനും തർക്കീഖ്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഉച്ചാരണത്തിൽ വേർതിരിയേണ്ടതാണ്.
അസ്സാലിഹാതി ലഹും മഗ്ഫിറ. സാക്കിന മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഗൈനിന് തഫ്ഖീമാണ്, അപ്രകാരം റായിനും തഫ്ഖീം തടിപ്പിച്ച് ഓതേണ്ടതാണ്. ലഹും മഗ്ഫിറത്തുൻ വ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചു കൊണ്ടോതണം. മഗ്ഫിറത്തുൻ വ അജ്റുൻ കബീർ. അജ്റുൻ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കി ഉച്ചരിക്കുക. റായിൻ്റെ തൻവീൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ച് ഓതേണ്ടതാണ്. കബീർ എന്നതിലെ റാ അവസാനിപ്പിക്കുമ്പോൾ തർക്കീഖ് നൽകിക്കൊണ്ട് നേർപ്പിച്ച് ഉച്ചരിക്കണം. തൊട്ടു മുമ്പിൽ സാക്കിനായ ഉണ്ട് എന്നതിനാൽ. അഫമൻ സുയ്യിന, അഫമൻ തൻവീനിനെ സാക്കിനായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ചോതുക. അഫമൻ സുയ്യിന, സുയ്യിന ലഹു സൂഉ അമലി. സ അതിൻ്റെ ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക, അത് സീന് പോലെ ആവരുത്. സുയ്യിന ലഹു ഹ ഉദ്ദമീർ മദ്ദുസ്സില സുഗ്റ നൽകി ദീർഘിപ്പിക്കുക. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം. സൂഉ ഈ പദത്തിലെ വാവിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. സൂഉ അമലിഹി ഫറആഹു ഹസന. അമലിഹി മദ്ദുസ്സില സുഗ്റ നൽകി ഹ ഉദ്ദമീറിനെ ദീർഘിപ്പിക്കുക. 2 ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം. ഫറആഹു റായിന് തഫ്ഖീമാണ്, പൂർണ്ണമായ തഫ്ഖീം. എന്നാൽ ഹംസക്ക് തഫ്ഖീം വരാതെ ഫറആഹു അല്ല, ഫറആഹു. ഹംസക്കും അതിൻ്റെ ദീർഘത്തിലുമൊന്നും തഫ്ഖീം വരരുത്, തർക്കീഖ്. ഫറആഹു ഹസന, ഹസന അലിഫിൽ കൂടുതൽ ദീർഘം കൊടുക്കാതെ വേണം വഖഫ് ചെയ്യാൻ. 2 മാത്രം നൽകി ഹസന എന്ന് വഖഫ് ചെയ്യുക. ഫഇന്നല്ലാഹ ശദ്ദ നൽകപ്പെട്ട നൂൻ 2 ഹറക്കത്തിൻ്റെ അളവിൽ മണിക്കേണ്ടതാണ്. ഫഇന്നല്ലാഹ അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല ഇതിലെ ലാമിനെയും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനെയും തടിപ്പിക്കേണ്ടതാണ് തഫ്ഖീം ചെയ്ത്. ഫഇന്നല്ലാഹ യുദില്ലു ദ്വാദിന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക. മൻ യശാഉ സാക്കിന നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് ലയിപ്പിച്ച് മണിച്ചു കൊണ്ടോതണം. ഇത് ആവർത്തിച്ച് വരുന്നു വീണ്ടും. യശാഉ ഇതിലെ അലിഫിൻ്റെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നിർബന്ധമായും 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. വയഹ്ദി, വയഹ്ദി ഹഇൻ്റെ സുക്കൂൻ ശ്രദ്ധിക്കേണ്ടതാണ്. യഹ്ദി എന്ന് ശബ്ദം ചലിച്ച് പോവാതെ വയഹ്ദി മൻ യശാ. വീണ്ടും സക്കിനാനൂൻ ഇദ്ഗാം ബിഗുന്ന അലിഫിനെ മദ് മുത്തസിൽ വാജിബ് നൽകി ദീർഘിപ്പിക്കേണ്ടതാണ്. വഖഫിന് വേണ്ടി 6 ഹറക്കത്ത് വരെ വേണമെങ്കിൽ ദീർഘിപ്പിക്കാവുന്നതാണ്. മൻ യശാ ഫലാ തദ്ഹബ് നഫ്സുക, തദ്ഹബ് തദ്ഹബ് എന്ന് ഖൽഖല വരരുത്, മറിച്ച് ദാല് ശരിയായ വിധത്തിൽ ഉച്ചരിക്കുക. ഫലാ തദ്ഹബ് ബഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി വ്യക്തമാക്കി ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ ഉച്ചരിക്കണം. ഖൽഖല സുഗ്റ. ഫലാ തദ്ഹബ് നഫ്സുക അലൈഹിം
عليهم حسرات. عليهم ساكنة ميم إظهار شفوي أنا മണിക്കാതെ വെളിവാക്കണം. ഹസറാത്തിൻ റായിനും അലിഫിനും തഫ്ഖീമാണ്, ശ്രദ്ധിച്ചോതുക. ഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. വഖഫ് ചെയ്യുമ്പോൾ മദ് ആരിദ് നൽകി ദീർഘിപ്പിക്കാവുന്നതാണ്. ഹസറാത്ത് താഇൻ്റെ ഹംസും ഷിദ്ദത്തും ശ്രദ്ധിച്ചുകൊണ്ട് വേണം വഖഫ് ചെയ്യാൻ. ഹസറാത്ത്. ഇന്നല്ലാഹ നൂൻ മുഷദ്ദദ ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. അള്ളാഹ് എന്ന ഇസ്മുൽ ജലാല ലാമും അലിഫും ദീർഘം നൽകി ദീർഘത്തിലും തഫ്ഖീം നൽകി തടിപ്പിച്ചോദണം. ഇന്നല്ലാഹ അലീമും ബിമാ തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് സാക്കിന മീമിൻ്റെ ശബ്ദം നൽകി മണിക്കണം. ബിമാ യസ്നഊൻ സ്വാദിന് മാത്രം തഫ്ഖീം കൊടുക്കുക. യസ്നഊൻ യസ്നഊൻ ഐന് വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون.